നമസ്കാരം, ഞാൻ ബിജു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല വീടുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ബാത്റൂം ലീക്കേജ്. പലരും ചെയ്യുന്ന ഒരു കാര്യം, ആ ബാത്റൂം ടൈലുകൾ പൊളിച്ചിട്ട് വാട്ടർ പ്രൂഫ് ചെയ്ത് രണ്ടാമത് ടൈൽ ഇടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. എന്നാൽ ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം, വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം 4-5 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ലീക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണം, ആ ലീക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് സ്റ്റഡി ചെയ്യാതാണ് പലരും ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആ ലീക്ക് വന്നത്, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ആ ലീക്ക് ഇനി വരാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം വേണം ആ ബാത്റൂമിൻ്റെ ടൈല് പൊളിക്കാനും ആ ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്ത് വീണ്ടും ടൈൽ ഇടുക എന്നുള്ള ജോലി ചെയ്യുന്നത്. ആ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തില്ല എങ്കിൽ വീണ്ടും അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ പല ബിൽഡിങ്ങുകളിലും സംഭവിക്കുന്നത്, ഇങ്ങനൊരു പ്രശ്നം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ അടുത്ത് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ബാത്റൂമുകളിൽ വാട്ടർ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് പൊളിക്കുന്നതിന് മുമ്പ് ഒരു വാട്ടർ പ്രൂഫിംഗ് കൺസൾട്ടൻറ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം ആ ബാത്റൂം പൊളിക്കുക. ആ വാട്ടർ പ്രൂഫിംഗ് കൺസൾട്ടൻറ്റിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. എന്നാൽ മാത്രമേ ബാത്റൂമിൽ നിന്ന് ഇങ്ങനൊരു വാട്ടർ ലീക്കേജ് വരാതെ ആ ബിൽഡിങ്ങിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വാട്ടർ പ്രൂഫിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗ് കൺസൾട്ടിംഗ് ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. Thank you.